ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞി ക്രാഫ്റ്റുമായിട്ടാണ്. ഒരു ബട്ടർഫ്ലൈ ബുക്ക് മാർക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു പടം വരയ്ക്കാം. ബട്ടർഫ്ലൈൻ്റെ ഹാഫ് സൈഡ് നമുക്ക് വരയ്ക്കാം. എന്നിട്ട് ഇത് എങ്ങനെ വരും എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു ബട്ടർഫ്ലൈനെ ഇങ്ങനെ വരയ്ക്കാൻ നോക്കുന്നത്. മാത്രമല്ല രണ്ട് സൈഡ് ഈക്വലായിട്ട് വരണമല്ലോ, അതും കൂടെ ഉണ്ട്. അപ്പോൾ എനിക്കത് വരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. ഞാൻ മടക്കിയൊക്കെയാണ് വരച്ചത്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഒരു സൈഡിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ട് അത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ ഹാഫായിട്ട് അത് നമുക്ക് ഒരു നീളത്തിന് ഞാൻ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ, അതുപോലെ കുറച്ച് സ്പേസ് വേണം. അത് കഴിഞ്ഞിട്ട് അങ്ങേ അറ്റത്താണ് മറ്റേ ഹാഫ് വരയ്ക്കേണ്ടത്. അപ്പം ഞാൻ നന്നായിട്ട് മടക്കിയിട്ട് ഒരു കുറച്ച് ലെങ്ത് നീളത്തിന് ഇട്ടിട്ട് മടക്കിയിട്ട് ആദ്യം കട്ട് ചെയ്ത ആ ഷേപ്പിന് രണ്ടാമത്തെ സൈഡും കൂടെ മുറിച്ചെടുത്തു. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ ഉണ്ടാവും അവസാനം എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കളറിങ്ങൊക്കെ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ആ ഒരു ഔട്ട്ലൈനൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കളറിങ്ങൊക്കെ ചെയ്ത് തുടങ്ങാം. അങ്ങനെ വരച്ച് കഴിഞ്ഞു. നമ്മൾ കട്ട് ചെയ്ത ശേഷം നമുക്ക് കളറിങ് ആണ്. അപ്പോൾ എങ്ങനെയൊക്കെ ആദ്യമൊക്കെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വളരെ ബോറാണ്, കാണാനൊരു ഭംഗിയില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവസാനം ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി. കാരണം വലിയ ബോറായിട്ട് എനിക്ക് തോന്നില്ല. അപ്പം നിങ്ങളും കണ്ടു നോക്കുക, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം കളറ് ബ്ലാക്ക് കൊടുത്ത ശേഷം ഞാൻ സ്കെച്ച് പെന്നാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്കെച്ച് പെന്നിട്ട് യെല്ലോയും ഓറഞ്ചും ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിലുള്ള നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു ടൈപ്പ് ബട്ടർഫ്ലൈനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനിങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം എങ്ങനെയാണിത് അവസാനം വരുന്നതെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബുക്ക് മാർക്കായിട്ട് ഉപയോഗിക്കാം. നമ്മളൊരു ബുക്ക് എടുക്കാം. എവിടെയാണോ പേജ് വായിച്ച് തീരുന്നത് അവിടെ നമുക്ക് ഇതിനെ കൊണ്ടുവന്ന് വെക്കാം. ഇത് കാണാനൊരു ക്യൂട്ട് ലുക്ക് ഉണ്ടായിരിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. വേറെ പ്രത്യേകിച്ച് യൂസൊന്നുമില്ല, പക്ഷേ ഒരു ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരിക, കമൻറ്റ് തരിക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ് എൻ്റെ ഈ ചാനലിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.